Hi friends, it's me Salma Finoj. Welcome back to another class of stock market. The topic is listing of securities and delisting of securities. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Okay, let's go to our topic. Listing of securities. Listing means enrollment of a name of a company in an official list maintained in stock exchange. Stock exchange inde official listil കമ്പനീസിന്റെ നെയിം എൻറോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ലിസ്റ്റിംഗ് ഈസ് നോട്ട് കമ്പൽസറി അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനിക്കും അവരുടെ ഷെയർസ് അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ലിസ്റ്റിംഗ് ഈസ് കമ്പൽസറി when a public limited company desires to issue shares or debentures to the public. ഏതൊരു കമ്പനിയും അവരുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ പബ്ലിക്കിന് മുൻപിൽ ഇഷ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മാത്രമേയുള്ളൂ അവർക്ക് അവരുടെ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ളൂ. Another one, when the securities are listed in a stock exchange, the company wants to follow with the requirements of exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ റൂൾസും റെഗുലേഷൻസും ഫോളോ അപ്പ് ചെയ്യാൻ നിർബന്ധിതരാണ് കമ്പനീസ് whenever they are going to list their securities in stock exchange. Next one, advantages of listing. എന്തൊക്കെ ഗുണങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതോടൊപ്പം കമ്പനീസിന് അതർവൈസ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത് എന്ന് നോക്കാം. To provide ready marketability and liquidity of a company's security. Liquidity means easy asset that can be easily convertible into cash. നമുക്ക് നമ്മുടെ അസറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റീസ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡി മാർക്കറ്റ് ലിസ്റ്റിംഗ് ചെയ്താൽ നമുക്ക് സാധ്യമാണ്. Another one, to provide free transferability of securities. ബയ്യറും സെല്ലറും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഫിക്സ് ചെയ്ത പ്രൈസിന് സെക്യൂരിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫ്രീ, യാതൊരു ആരും അവരെ എതിർക്കൊന്നുമില്ല, അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ, ഗെറ്റ്സ് അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസ് ടു ദി ഇൻവെസ്റ്റേഴ്സ്. സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന്റെ ഓരോ ട്രാൻസാക്ഷൻസിനും ഡെയിലി ന്യൂസ് പേപ്പേഴ്സിലും ഒക്കെ അതർവൈസ് സോഷ്യൽ മീഡിയാസിലൊക്കെ അവൈലബിൾ ആണ്. അതുവഴി ഓരോ കമ്പനീസിന്റെ വേർത്ത് അല്ലെങ്കിൽ ആ കമ്പനീസിന്റെ സെക്യൂരിറ്റീസിന് എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിന് കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻസ് കിട്ടും. Another one, helps to raise finance to the companies listed. ഏതൊക്കെ കമ്പനീസ് ആണോ സെക്യൂരിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രസ്റ്റീജ് ആഡ് ചെയ്യാണ് ഉണ്ടാവുക. സോ കമ്പനീസിന് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസിന് ഫണ്ട് റേസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ആൻഡ് ദ പോയിന്റ്, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ലിസ്റ്റഡ് കമ്പനീസ് അവരുടെ വൈറ്റൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ, കമ്പനീസിന്റെ വൈറ്റൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ലൈക്ക് അസറ്റ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, പ്രോഫിറ്റ്, ഡിവിഡൻഡ് പോളിസി, അലോട്ട്മെന്റ് പ്രൊസീജിയർ എല്ലാം അതും എന്ത് ചെയ്യും, ഡിസ്ക്ലോസ് ചെയ്യും. സോ ലിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ആൻഡ് ദ പോയിന്റ്, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആർ ഗുഡ് കൊളാറ്ററൽ സെക്യൂരിറ്റീസ്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സിന് ബാങ്കിൽ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ബാങ്കേഴ്സ് ഓൾവേസ് റെഡി ടു ഗ്രാന്റ് ലോൺസ് അഗെയിൻസ്റ്റ് സച്ച് സെക്യൂരിറ്റി. അത്തരം ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ലോൺ കൊടുക്കാൻ ബാങ്കേഴ്സും റെഡി ആണ്. നെക്സ്റ്റ് വൺ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ്. There's a scope for speculation. That is one of the disadvantage because it brings wide fluctuation in the value of shares in market. Securities, listing of securities കമ്പനീസിൽ പല കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്ലക്ച്വേഷൻ ഷെയർസിന്റെ വാല്യൂവിൽ മാർക്കറ്റിൽ സംഭവിക്കും. അത് ഒരുപാട് സ്കോപ്പാണ് സ്പെക്കുലേറ്റേഴ്സിന് കൊടുക്കുന്നത്. അവരെന്താ ചെയ്യുക,
സെക്യൂരിറ്റീസിന്റെ വാല്യൂസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ ഒരുപാട് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യും. ഇത് ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സിനെ നോർമലായിട്ട് വരുന്ന ആളുകളുടെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നു. ദാറ്റ് ഇസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ലിസ്റ്റിംഗ്. And the point, most of the securities which are listed are not quoted or quoted irregularly. Listing does not guarantee the regular and continuous price quotation of securities in the market. Marketil correct regular ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കമ്പനീസും അവരുടെ സെക്യൂരിറ്റീസിന് പ്രൈസ് കോട്ട് ചെയ്യും എന്നുള്ള ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ് നടക്കുന്നില്ല. പല കമ്പനീസും ചിലപ്പോൾ തീരെ കോട്ട് ചെയ്യാത്തതുണ്ട്, അതർവൈസ് ഇറഗുലർ ആയിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് ഗ്രൂപ്പ് ബി കാറ്റഗറി കമ്പനീസ്, പല കമ്പനീസും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പല കമ്പനീസും ഇതുവരെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കോട്ട് ചെയ്തിട്ടില്ല. ദാറ്റ് ഇസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ്. ആൻഡ് വൺ, ദർ ഇസ് നോ യുനാനിമിറ്റി ഓഫ് ലിസ്റ്റിംഗ് ആൻഡ് റിന്യൂവൽ ഫീസ് ചാർജ്ഡ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്റ്റാറ്റസിനനുസരിച്ചോ അതല്ലെങ്കിൽ കമ്പനീസിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനനുസരിച്ചിട്ടോ ആണ് റിന്യൂവൽ ഫീസും ലിസ്റ്റിംഗ് ഫീസും ചാർജ് ചെയ്യുന്നത്. ഒരു യുനാനിമിറ്റി അല്ലെങ്കിൽ യൂണിഫോമിറ്റി അതിന് ഇല്ല. ആൻഡ് വൺ, ഇൻഫോർമേഷൻ ടു കോമ്പറ്റീറ്റേഴ്സ്. ഫോർ ലിസ്റ്റിംഗ് കമ്പനി അവരുടെ ഇൻഫോർമേഷൻസ്, വൈറ്റൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ലൈക്ക് കോർപ്പറേറ്റ് പെർഫോമൻസ്, റെമ്യൂണറേഷൻ ടു ദ മാനേജേഴ്സ്, മാനേജീരിയൽ പേഴ്സണൽ, എല്ലാതും എന്ത് ചെയ്യും, അവര് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇത്രയും വൈറ്റൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവിടെ നിന്ന് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഷുഡ് ബി ടേക്കൺ ബൈ അതർ കോമ്പറ്റീറ്റേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ കമ്പനി. അങ്ങനെ വരുമ്പോൾ ദാറ്റ്സ് ഓൾസോ അനദർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ്. നെക്സ്റ്റ് ഹെഡ്, ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. നമ്മൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ദാറ്റ് ഈസ് removal of listed stock from a stock exchange platform and thus it would no longer be traded on this stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ്. പിന്നീട് ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ സ്റ്റോക്സ് ട്രേഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. സി, ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആർ മെയിൻലി ടു ടൈപ്സ്: voluntary delisting and compulsory delisting of companies by stock exchange. Let's check what is voluntary delisting. എന്താണ് voluntary delisting? Delisting of the securities of a body corporate voluntarily by a promoter or an acquirer or any other person other than stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലാത്ത കമ്പനിയുടെ ഭാഗമായിട്ടുള്ള കമ്പനിയുടെ പ്രൊമോട്ടേഴ്സോ അക്വയറോ അവർ സ്വമനസാലെ വന്നിട്ട് കമ്പനീസിന്റെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. വേറെ ആരും ഇൻസിസ്റ്റ് ചെയ്യാതെ ആ കമ്പനി ആരാണോ മുന്നോട്ട് പടുത്തുയർത്തിയത് അവർ തന്നെ വോളണ്ടറിലി അവരുടെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. എ കമ്പനി മേ ഡീലിസ്റ്റ് ഫ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ച് where securities are listed provided that, രണ്ട് ഓപ്ഷൻ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്, സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഹാവ് ബീൻ ലിസ്റ്റഡ് ഫോർ എ മിനിമം പീരിയഡ് ഓഫ് 3 years ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മിനിമം പീരിയഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനീസിന് മിനിമം 3 വർഷം അവർക്ക് അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വോളണ്ടറിലി ആ സെക്യൂരിറ്റീസ് ഡീലിസ്റ്റ് ചെയ്യാം. ആൻഡ് an exit opportunity has been given to the investors for the purpose of which an exit price shall be determined in accordance with the book building process. ബുക്ക് ബിൽഡിംഗ് പ്രോസസ് പ്രകാരം ഒരു എക്സിറ്റ് പ്രൈസ് ബേസ് ചെയ്ത് കമ്പനീസിന് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഫോർ ടു വോളണ്ടറിലി ഡീലിസ്റ്റിംഗ് ദയർ സെക്യൂരിറ്റീസ്. നെക്സ്റ്റ് വൺ, compulsory delisting of companies by stock exchange. Exchanges may delisting companies which have been suspended for a minimum period of 6 months for non-compliance with listing agreement. എന്തെങ്കിലും ഒരു മിനിമം പീരിയഡ് ആയ 6 മാസം സസ്പെൻഡഡ് ആയിട്ടുള്ള കമ്പനീസിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഡീലിസ്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് according to listing agreement. And the one, if the suspension is for a period exceeding 3 months,
company can appeal to SEBI against suspension. കമ്പനീസിനെ 3 മാസത്തിൽ കൂടുതലായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനീസിനെ സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ അഭിമുഖീകരിക്കാം. സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കേൾക്കാനും എക്സ്ചേഞ്ച് ആസ് ആൻ ഇൻവെസ്റ്റേഴ്സ് ഓൾസോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് എന്താണ് ഈ ഒരു മാറ്ററിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കും. ആൻഡ് സെബി മേ സെറ്റ് അസൈഡ് ഓർ ചേഞ്ച് ദ ഡിസിഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. രണ്ട് ഇൻവെസ്റ്ററിന്റെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം സെബി ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഫാൾസ് ബിലോ 50% ഓഫ് പബ്ലിക് ഓഫർ ഡീലിസ്റ്റിംഗ് ഹാപ്പൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ള പബ്ലിക് ഓഫറിനേക്കാളും 50% ആ കമ്പനി ഓഫർ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ 50% പോലും ഷെയർ ഹോൾഡ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ആ കമ്പനിയെയും കമ്പൽസറി ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. These all are about today's class. Dear friends, once again I request you all to subscribe our channel. Thanks for watching. Have a nice day.